പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറിൽ നിന്ന് ഒരു സാക്ഷിയായി നിൽക്കുവാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുകയാണ്. എൻ്റെ പേര് തോമസ്. ഞാൻ വരുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 10 ഉടമ്പടി എടുക്കാനുണ്ടായൊരു കാരണം തികച്ചും ഭൗതികമായ ഒരു കാര്യമാണ്. എൻ്റെ മകൻ്റെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിയാണ്. അതിനു മുമ്പ് ഞാൻ ഈ കൃപാസനത്തെപ്പറ്റി പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി പഠിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ കൃപാസനത്തെപ്പറ്റി നല്ലതും മോശവുമായ പല കാര്യങ്ങളും പല ഭാഗത്തും കേട്ടപ്പോഴാണ് ഇതിനെപ്പറ്റി പഠിക്കാനും ശ്രമിച്ചത്. അങ്ങനെ യൂട്യൂബിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൃപാസനത്തെപ്പറ്റി ഞാൻ നല്ല കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൻ്റെ ഒരു ജോലിക്കാര്യത്തിൻ്റെ പ്രശ്നം വരുന്നത്. അവൻ പഠിച്ച കോഴ്സ് BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. ആ കോഴ്സ് എല്ലാവരും പറഞ്ഞിരുന്നത് ആ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കോഴ്സിന് അവൻ പോയി ചേർന്നത്. പക്ഷേ ആ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പെട്ടെന്നൊന്നും ജോലി കിട്ടില്ല. കാരണം ആ സമയത്താണ് കോവിഡ് വന്നത്. ആ കോവിഡിൻ്റെ സമയത്ത് പല ഷിപ്പിംഗ് കമ്പനികളും ക്യാമ്പസിലേക്ക് വരാതെയായി. വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ വന്നുള്ളൂ. അതിൽ ഇവനൊരു ചാൻസ് പോലും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയൊരു കമ്പനി വന്നു. അതിൽ ഇവന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി ചാൻസ് കിട്ടി. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ ഇവൻ തോറ്റുപോയി. അങ്ങനെ അപ്പം നമുക്ക് ശരിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം പിന്നെ ഏത് കമ്പനി വന്നാലും അവന് ചാൻസ് കിട്ടില്ല. കാരണം ബാക്കിയുള്ള പിള്ളേർക്ക് ചാൻസ് കൊടുത്തിട്ടേ ഇവന് പിന്നെ ചാൻസ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തോന്നുന്നതും ഇവിടെ ഞാനും ഭാര്യയും കൂടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഞാനാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി ഡിസംബർ 10, 2022 ഉടമ്പടി എടുത്തു. ഇവിടുന്ന് പോയതിന് ശേഷം 6 മാസത്തേക്ക് യാതൊരു മാറ്റവും വന്നില്ല. പിന്നെ ആ കമ്പനികളൊന്നും വന്നിട്ടുമില്ല. വന്ന കമ്പനി തന്നെ മറ്റു പിള്ളേരൊക്കെ എടുത്തുന്നല്ലാണ്ട് ഇവന് ചാൻസ് കിട്ടിയില്ല. അങ്ങനെ 6 മാസം കഴിഞ്ഞ് ജൂലൈ ആയപ്പോൾ ആദ്യം വന്ന ഇവന് ചാൻസ് കൊടുത്ത ആദ്യത്തെ കമ്പനി, അതായത് ഒരു വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്, അത് തന്നെ വീണ്ടും വന്നു. സാധാരണ ഒരു കമ്പനി ഒരു സീസണിൽ ഒരു ക്യാമ്പസിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സീസണിൽ വരലില്ല. പിന്നെ ഈ കമ്പനി രണ്ടാമതും വന്നപ്പോൾ അവർക്ക് കൊടുത്ത ലിസ്റ്റിൽ എൻ്റെ മകൻ്റെ പേരും ഉണ്ടായിരുന്നു. സാധാരണ ആദ്യത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്ത് ഒഴിവാക്കിയവരെ രണ്ടാമത് എന്തായാലും ഒരു കമ്പനി ഇൻ്റർവ്യൂ ഇരുത്താൻ പോലും സമ്മതിക്കില്ല. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ മാതാവ് ഇടപെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇവൻ്റെ പേരും കോളേജിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിലുണ്ടായിരുന്നു. 300 പിള്ളേരാണ് ആ ബാച്ചിൽ പഠിച്ചിരുന്നത്. അതിൽ 25 പേരുടെ ലിസ്റ്റാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. അതിൽ ഇവൻ്റെ പേരും ഉണ്ടായിരുന്നു. അതിൽ ഇൻ്റർവ്യൂവിന് ഇവൻ ആദ്യത്തെ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് പാസ്സായി. രണ്ടാമത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇവൻ വിളിച്ച് പറയുകയാണ്, ഇൻ്റർവ്യൂ ഭയങ്കര വിഷമമായിരുന്നു, കടന്നു പോകും തോന്നുന്നില്ല, മിക്കവാറും തോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അതിന് റിസൾട്ട് വരുന്നതിന് മുമ്പ് നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പാസ്സായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാതാവാണ് ഇൻ്റർവ്യൂ നടത്തിയെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ പിന്നെ കാശ് രൂപ ഞാൻ ഇവനടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കാശ് രൂപ എല്ലാം കൈപ്പിടിച്ചാണ് ഇവൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നത്. അങ്ങനെ അവൻ ആ ഇൻ്റർവ്യൂവിന് പാസ്സായി. അതിനുശേഷം അതിനോടനുബന്ധിച്ച് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ടോഫൽ എക്സാം ഉണ്ടായിരുന്നു, IELTS പകരമുള്ള. അതെല്ലാം പുറകെ അവൻ പാസ്സായി എന്നുള്ളതാണ്. അങ്ങനെ അവൻ ആ ജോലി കിട്ടി. ഇപ്പം വിസയും കിട്ടിക്കഴിഞ്ഞ് പോകാനുള്ള. ഇനിയിപ്പോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവന് ഏത് സമയം ഇവിടുന്ന് കയറിപ്പോകാം. 1 മാസത്തിനുള്ളിൽ തന്നെ പോകാമെന്ന് കരുതുന്നു. പിന്നെ അതോട് വേറെ എൻ്റെ പല നിയോഗങ്ങളുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 6 വർഷമായിട്ട് പല പരീക്ഷകൾ എഴുതിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു ജോലിയും കിട്ടിയിരുന്നില്ല. അപ്പോൾ അവളുടെ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അങ്ങനെ അവൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ ഒരു ജോലി കിട്ടി. അവളും വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവളും വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ അതൊരു മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എൻ്റെ മോൻ്റെ കാലിൻ്റെ വിരലുകൾക്കിടയിൽ ഇങ്ങനെ പഴുക്കുമായിരുന്നു. ഒരു 3 വർഷമായിട്ടുള്ള പഴുക്കലാണ്. ഡോക്ടർമാരെ അത് കാണിച്ചിരുന്നു, കുറയും പിന്നെയും വരും. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് തൈലമൊക്കെ തേച്ചതിന് ശേഷം പിന്നെ ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും സ്ഥിരമായിട്ട് തലവേദന, മൈഗ്രെയിൻ എനിക്കൊരു 10 വർഷത്തോളമായി, ഭാര്യയ്ക്ക് ഒരു 5 വർഷത്തോളമായി. അതും ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചും പ്രാർത്ഥനയിലൂടെ എല്ലാമായിട്ട് ശരിക്കും പറഞ്ഞാൽ അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ ഇളയ മകൻ, എനിക്ക് 3 പേരാണുള്ളത്. ഇളയ മകൻ +2 പഠിക്കുന്നു. അവൻ പ്ലസ് ടുവിന് നല്ല 90% മാർക്ക് കിട്ടിയാണ് പാസ്സായത്. അതും ഒരു നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നതാണ്. അതും മാതാവിൻ്റെ കൃപയാണെന്ന് ഞാൻ കരുതുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിൽ
ഞാൻ ആരോഗ്യവകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പത്രങ്ങളെല്ലാം അയൽവക്കത്തുള്ളവർക്കും ഓഫീസിലെത്തുന്ന വഴിക്കുള്ള വീടുകളിലെല്ലാം കയറി കൊടുക്കുമായിരുന്നു. സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. അച്ഛൻ്റെ ധ്യാനം ഷെയർ ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം ലൈവായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസമോ അന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് കാണുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പാവങ്ങളായവർക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. ഈ സാമ്പത്തിക സഹായം അപ്പം ചെയ്യാൻ അർഹരെ കണ്ടുകിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ആശുപത്രിയിലൊരു സെലിൻ സിസ്റ്ററുണ്ട്. ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തതാണ്. ടീച്ചർ സ്ഥിരമായിട്ട് ആശുപത്രിയിൽ വന്ന് രോഗികളെ ശുശ്രൂഷിക്കലാണ് പരിപാടി. അപ്പോൾ സിസ്റ്റർ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ കൃത്യമായിട്ട് അർഹരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കൊടുക്കുമായിരുന്നു. എൻ്റെ ആത്മീയ ജീവിതം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും ഭാര്യയും ഒക്കെ ദിവസം ഏറ്റവും ചുരുങ്ങിയൊരു 4 കൊന്തയെങ്കിലും ചെല്ലും. ദിവസവും പള്ളിയിൽ പോകും. അച്ഛൻ്റെ ധ്യാനമൊക്കെ ദിവസവും കേൾക്കും. ശരിക്കും ആത്മീയ ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടായിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം. യോഹന്നാൻ്റെ